ഹലോ, ആരാ? ആ ചായക്കടയിൽ നിന്ന് പങ്കാശൻ. എന്തിയാടാ? ഇന്നലെ കഴിച്ചതോ? ഇന്നലെ 4 പൊറോട്ടയും 2 ബീഫും. എടാ പോത്തിറച്ചി. ആ അത് തന്നെ. എടാ തരാടത്. ഞാൻ കഴിച്ചിട്ട് പോകുമ്പോ അപ്പ ബുക്കിൽ എഴുതാറുണ്ടല്ലോ. എൻ്റെ ഒരു പേജ് ഉണ്ടല്ലോ അവിടെ, കൃഷ്ണപിള്ള പറ്റെന്ന് പറഞ്ഞിട്ട്. എല്ലാ ദിവസവും ഞാൻ എഴുതിട്ടല്ലേ വന്നത്. മൊത്തം ഒരു 10 ദിവസത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഉണ്ടാവും. ഇനിയിപ്പൊ ഞാൻ കാശ് തരില്ല, നിനക്ക് വിശ്വാസമുണ്ട്. നീ ഒരു പണിയായി ആ കൃഷ്ണപിള്ള പറ്റ് എന്നുള്ളതില്ലേ, ആ പറ്റ അങ്ങോട്ട് വെട്ടിയിട്ട് കൃഷ്ണപിള്ള പറ്റിച്ച് എന്നങ്ങോട്ട് എഴുതിക്കോ കേട്ടാ. അവന്റെ ഒരു ഉടായ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പായി കൃഷ്ണപിള്ളയുടെ അടുത്താണ് പങ്കാശന്റെ ഉടായ്പ്. അതേതാ ആ ഉടായ്പ്? ഞാനാണ് അച്ഛന്റെ പൊന്നുമോ മനോഹരൻ. ആ മനോഹരനാണോ? എന്റെ അച്ഛോ, ഞാൻ വലിയൊരു ഉടായ്പ ഒപ്പിച്ചിട്ടല്ലേ വന്നേക്കണത്. ആണോ? എടാ, ഈ ഏറ്റവും വലിയ ഉടായ്പായ കൃഷ്ണപിള്ളയുടെ മകനല്ലേ നീ ഉടായ്പ കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആട്ടെ, നീ എന്തുടായ്പാ ചെയ്തേ? അതായത് ഈ മാനസിക രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി. എന്തിന്റെ? ഈ ഭ്രാന്തില്ലേ, ഭ്രാന്ത്. ഈ ഭ്രാന്ത് മാറാനുള്ള ചികിത്സക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു മുട്ടൻ ഉടായ്പ അങ്ങോട്ട് ഒപ്പിച്ച്. എങ്ങനെയാടാ നീ ഉടായ്പ ഒപ്പിച്ചേ? ഞാൻ അവിടെ ചെന്നിട്ടേ അച്ഛന് മുതുഭ്രാന്ത് എഴുതി അങ്ങോട്ട് കൊടുത്തു. ഉടായ്പ കാണിച്ച് അവസാനം സ്വന്തം തന്തയ്ക്ക് തന്നെ ഉടായ്പ എടുക്കാനോടാ? ഇൻ കേസ് ഇത് ഞാൻ കേസ് കൊടുക്കും. അച്ഛന് ഭ്രാന്താന്ന് പറഞ്ഞ ഞാൻ കേസ് കൊടുക്കും. അയ്യോ, അതല്ല. ഈ ഭ്രാന്തിന്റെ കാഠിന്യനുസരിച്ച് കാശിന്റെ കന ഇങ്ങനെ കൂടി വരും. ആണാ? ഭ്രാന്തെങ്കിൽ ഭ്രാന്ത്, നമുക്ക് കാശ് കിട്ടിയ പോരെ. നീ ഉടായ്പ കൃഷ്ണപിള്ളയുടെ മോൻ ഉടായ്പ മനോഹരൻ തന്നെ. അടിപൊളി. അതേതാ ആ ഉടായ്പ? ദേവന് മുതലാളിക്ക് എപ്പോഴും പരാതിയില്ലേ ഞാൻ മാത്രം ഇവിടെ ഉടായ്പ കാണിക്കണില്ലാന്ന്. ഞാൻ ഇന്നലെ ഉഗ്ര ഉടായ്പ കാണിച്ച്. എന്തുടായ്പ? ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയാ. ഞാൻ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാലൻസ് മേടിച്ചില്ല, തൃശ്ശൂർ ഇറങ്ങിക്കളഞ്ഞ്. ഇതിലെവിടെയാണ് ഉടായ്പിരിക്കണത്? അവരിപ്പൊ എന്നെ തിരക്കി കോഴിക്കോട് നടക്കണ്ടാവില്ലേ ബാലൻസ് തരാൻ വേണ്ടിട്ട്. അതല്ലേ എന്റെ ഉടായ്പ്. ഉടായ്പിന്റെ വില കളയാൻ വേണ്ടി ഇറക്കണ്. കേറി പോടാ പാമ്പാടെ. ഉടായ്പ മേലെ ഉടായ്പായിട്ട് എന്റെ അടുത്ത് വന്നേ പോരുത് കേട്ടാ. ഇതിന് കേസ് കൊടുക്കണം. അവൻ അതല്ലേ പറഞ്ഞത്. പിന്നെ എന്റെ കല്യാണം ഈ ആണ്ടിലെങ്കിലും നടക്കോ? പറഞ്ഞ പോലെ നിനക്ക് നല്ലൊരു പെണ്ണിനെ നോക്കണോന്ന് പറഞ്ഞ് ഞാൻ ആ ബ്രോക്കറെ ഏൽപ്പിച്ചിട്ടുണ്ടായില്ല. ഇയാളിത് ദേവന്നി ഇങ്ങോട്ട് വാ. എടോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പ ഞാനാ. അതിലും വലിയ ഉടായ്പാണല്ലോ താൻ. എന്താ? എടോ, എത്ര കാലമായി പറയുന്നു എന്റെ ഈ നിൽക്കുന്ന മനോഹരനൊരു പെണ്ണ് വേണോന്ന്. ഒരു പെണ്ണ് കണ്ടിട്ടല്ലേ ഞാൻ വന്നേക്കണത്. ആണോ? നല്ല ആസയല്ലേ പെണ്ണ്, നല്ല ആസയല്ലേ തറവാട്. അല്ലെങ്കിൽ നമ്മുടെ തറവാടിന്റെ മഹത്വവും പാരമ്പര്യവും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാലേ നല്ല ആസല് തെറിയിരിക്കും. ഇവനെ പറ്റി എന്തൊക്കെ പൊങ്ങച്ചോട് ഞാൻ പറഞ്ഞേക്കണെന്ന് അറിയാമോ? കംപ്ലീറ്റ് നോണയല്ലേ അടിച്ചു കളിക്കേക്കണത്. എന്തൊക്കെ നോണ പറഞ്ഞതാൻ? ഇവനേതോ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിയാണ്, 10,000 രൂപ ശമ്പളം ഉണ്ട് എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞേക്കണത്. ഒന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടാ. എടാ, പിന്നെ ഒരു പണിയില്ലാതെ തെക്കും വടക്കും നടക്കണവനാണെന്ന് പറയണോ? എടാ, നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു ഉടായ്പ ഫാമിലി അല്ലടാ. അല്ലടോ, നാളെ പെണ്ണിന്റെ അച്ഛൻ മനോഹരനെ കാണാൻ ഇങ്ങോട്ട് വരണുണ്ട്. പെണ്ണിന്റെ അച്ഛൻ വരുമ്പോഴേ മനോഹരനെ പറ്റി നല്ല പൊക്കി അടിച്ചങ്ങ് പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ ഏതായാലും പോലെ എടോ, താനിപ്പോ കൊറേ കല്യാണമൊക്കെ നടത്തിയല്ല. അല്ല, ഈ കല്യാണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാ തനിക്ക് എന്തെങ്കിലും കിട്ടുവോ? എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല, പിന്നെ ഞാൻ ഈ പഞ്ചായത്തിലെ സകല ആണുങ്ങളെയും കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുവോ. അതെന്തിനാടോ? എടോ, ജീവിതം എന്നുള്ളതേ സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലോ. ശരിയാട്ടാ. എറണാകുളത്ത് ബസ് മറിഞ്ഞു, 41 മരണം, 31 പേർ ഗുരുതരാവസ്ഥ, ഒരാള് മാത്രം രക്ഷപ്പെട്ടു. അയ്യോടാ, ഇല്ല. അപ്പൊ പിന്നെ നമ്മളാരാണ്? ശരിയാണല്ലോ, നമ്മളുണ്ടല്ലോ. ഉണ്ട്. അയ്യോ, ഒച്ച കേട്ടിട്ടേ പെണ്ണിന്റെ അച്ഛനാണെന്ന് തോന്നണോ? ദൈവമേ, നീ കുറച്ച് അടക്കോ നിക്കത്തോടു കൂടിയൊക്കെ നിക്കണോട്ടാ. ഇങ്ങനെ എന്നാ മതിയാ. റോട്ടിൽ നിൽക്കണ കാര്യമല്ല, വീട്ടിൽ നിൽക്കണത്. മനോഹരനല്ലേ? അതെ, മനോഹരനാണ്. ഞാൻ മനോഹരന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. മനോഹരൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 4, 6, 10. എന്ത് ജോലിയാ ചെയ്യണേ? ഞാൻ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. ഒന്നും പറയണ്ട, മാസം ഒരു 15,000 രൂപ വരുമാനം എനിക്ക്. പിന്നെ മറ്റലവരാതി വേറെ അല്ല, അലവൻസ് പറഞ്ഞ ഇതിലൊന്നും നിൽക്കൂല. സ്വന്തമായിട്ട് 2-3 ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ 2 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ട്, പിന്നെ ഇപ്പൊ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ പോണ്. എന്ത് വേണ്ട എല്ലാം. ഒരു മിനിറ്റ്, ഈ ഫോണിന്റെ സൈഡ്. ഹലോ, ആരാ? മേഴ്സി,
മേടിച്ചൊരു പണി ചെയ്യൂ, ഒരു 6 ലക്ഷം രൂപ വിഡ്രോ ചെയ്യൂ. 6 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഒരു 4 ലക്ഷം രൂപ നമ്മുടെ ആ പുതിയ പെട്രോൾ പമ്പിന്റെ അടിവാരം തോന്നിട്ടില്ലേ അവന് കൊടുക്കൂ. പിന്നെ ഒരു 1.25 ലക്ഷം രൂപ പോരെ. അതിപ്പോ 1500 നോട്ട് താഴെ ചെതറി കിടക്കണല്ലേ, അതൊരു ചൂലും കൊണ്ട് തൂത്ത് കൂട്ടിയെടുക്ക്. എല്ലാം കൂടി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 1.25 ലക്ഷം രൂപ അന്നീ എടുത്തോ കേട്ടാ. ശരി എന്നാ. ഈ ലക്ഷങ്ങളുടെ കണക്കായതുകൊണ്ട് ഭയങ്കര ഇതാണ്. സത്യം പറഞ്ഞ ഇത്ര കാസ്റ്റിടുന്ന എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഭയങ്കര തറവാട്, തേക്ക് ഈട്ടി തറവാട് ഭയങ്കര ഇതല്ലേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും സത്യസന്ധമായ ഒരു ഫാമിലിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉടായിപ്പില്ല. ഒട്ടും ഉടായിപ്പില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. പോലെ അല്ല, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമായില്ലല്ലോ. അല്ല, അതൊക്കെ തീരുമാനമായല്ലോ. എങ്ങനെ? അല്ല, തൊഴിലില്ലായ്മ വേതനത്തിന് ഇവന് അർഹതയില്ല. ആ, മനോഹര തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ലേ? അതന്വേഷിക്കുമെന്ന് ഇൻസ്പെക്ടറാ ഞാൻ. അപ്പൊ അച്ഛൻ? ഇതേ അച്ഛൻ. ആ, അപ്പൊ ഞാൻ വരട്ടെ. എന്റെ അമ്മോ, പാക്ക ഉടായിപ്പാട്ടവൻ. ഉടായിപ്പാണോന്നാ മുതലാളിയേ. മുതലാളി, നേരത്തെ ഒരു ഫോൺ വന്നായിരുന്നേ. എന്ത്? അല്ല, മുതലാളിയുടെ മോനെ പെണ്ണ് കാണാൻ പോയി വീടില്ലേ, അവരിന്ന് വരില്ല, നാളെ വരുള്ളൂന്ന്. എന്നിട്ട് നേരത്തെ പറയാഞ്ഞേ? ഞാനൊരു ഉടായിപ്പ് കാണിച്ചു കാണിച്ചോണ്ട് വന്നേക്കുന്നു. എടുത്തോ. മാറ്. ഹലോ ഹലോ, ആരാണ്? ഇത് കൃഷ്ണപിള്ളയുടെ വീടല്ലേ? അതെ, കൃഷ്ണപിള്ളയുടെ വീടാണ്. ഞാൻ കൃഷ്ണപിള്ളയുടെ മകൻ മനോഹരൻ. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കുന്നത്. ആണോ? കൃഷ്ണപിള്ളക്ക് മാനസിക രോഗത്തിന് അപേക്ഷ തരുന്നില്ലേ? ഉണ്ട്, ഭ്രാന്തുണ്ട്. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ടാ? മനോഹരൻ അവിടെ തന്നെ കാണണം. ഞാൻ എങ്ങും പോവില്ല. രോഗി വയലന്റായ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. ഒക്കെ ഞാനേറ്റ് ആളെങ്കിൽ പറഞ്ഞു വിട്ടു. ഓക്കെ സാർ, ഓക്കെ. അച്ചോ, ഒന്നും കണ്ടിട്ട് ഒരു കാര്യം പറയട്ടെ. അതായത് ഭ്രാന്തിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിട്ട് നമുക്ക് കാശ് തരാന്ന് പറഞ്ഞില്ല ഓഫീസിൽ. അവിടുത്തെ സാർ അന്വേഷിക്കാൻ വരും. ആണോ? അപ്പൊ ഭ്രാന്ത് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് അഭിനയിച്ചോളണം. ഇപ്പോഴല്ല, അവര് വരുമ്പോ കേട്ടാ നല്ല രീതിയിൽ അഭിനയിച്ചോളണം. പിന്നെ പോലെ ഇങ്ങനെ വരില്ലേ, ഭ്രാന്തിന്റെ കാർഡിനനുസരിച്ച് കാശിന്റെ കട്ടി അങ്ങോട്ട് കൂടും. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് അങ്ങ് ഒരുങ്ങി ഇങ്ങോട്ട് വാ. എടാ, ഈ ഉടായ്പ കൃഷ്ണപിള്ളയുടെ അടുത്ത് എന്തെങ്കിലും ഉടായ്പ നടക്കൂടാ? എന്നാ വേഗം തകർത്ത് അഭിനയിച്ച് കാണിച്ചു. ഭ്രാന്ത്. എന്റെ ഭഗവാനെ, ആ കാശിങ്ങ കിട്ടിയിട്ട് വേണം അച്ഛൻ അവരുടെ വണ്ടി തന്നെ കയറ്റി അങ്ങ് വിടാൻ. എല്ലാരും ഒരു ഉടായ്പ. എന്റെ ദൈവമോ, ഈ വീട്ടിലേക്കാണ് എന്റെ മകളെ അയക്കാൻ പോണത്. ഓ, ഏതായാലും 50-50 കൊടുക്കണ നഷ്ടമൊന്നുമില്ല. എന്റെ മകൾക്ക് ഈ വീട്ടിൽ വന്ന ഒരു കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഉണ്ടാകത്തില്ല. എനിക്ക് സമാധാനായി. അല്ല, ഇവിടെ ആരുമില്ലേ? അല്ല, ആരാ മനസ്സിലായില്ല? അല്ല, രാവിലെ ഫോൺ ചെയ്തിരുന്നു. ഇരിക്കൂ. മനോഹരൻ ഞാനാണ്. അച്ഛൻ അകത്തോട്ട് വിളിക്കൂ, ഞാൻ വന്നെന്ന് പറയൂ. അച്ചോ, മറ്റേ ടീം വന്നിട്ടാ. ഓ, ഏതായാലും എന്റെ ഒരു ഭാഗ്യം. നമസ്കാരം അച്ഛാ. ഞാൻ 50 പൈസ തരുമോ ചായ കുടിക്കാനാ? അയ്യോ, ഇതാരാ? ഒരു കുഴപ്പമില്ല. ഇതെന്താണോ? എന്തൊരു കഷ്ടമാണ്. എടോ, എന്താണോ ഇത്? എന്റെ പൊന്നോ, കുഴപ്പമൊന്നുമില്ല. അച്ഛന് ഭ്രാന്താണെന്ന്. ഭ്രാന്താ? പിന്നെ 10-30 കൊല്ലായിട്ട് അച്ഛന് ഭ്രാന്തല്ലേ? എന്താ ഇത്? എനിക്കുണ്ടാവരുടെ ഇടക്ക് ഭ്രാന്ത്. അത് ശരി. എന്തായാലും എനിക്ക് ഇവിടം വരെ വരാൻ തോന്നുന്നത് നന്നായി. ഈ കല്യാണം നടക്കില്ല. കല്യാണം നടക്കില്ലെന്ന് പറയാൻ താനാരാ? നീ കെട്ടാൻ പോണ പെണ്ണിനെ തന്തയാടാ ഞാൻ.